എന്തെല്ലാം ഡോക്യുമെൻസുകളാണ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് MBBSനോ BDSനോ BSc നഴ്സിങ്ങിനോ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കോളേജിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഇതൊരുപാട് കുട്ടികളുടെ സംശയമാണ്. ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കാണുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും, അതനുസരിച്ച് നോട്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമത് വേണ്ടത് അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. നിങ്ങൾക്കിങ്ങനെ കോളേജിൽ അലോട്ടഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ MCC പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 2, നിങ്ങൾ അഡ്മിറ്റ് കാർഡാണ്. നീറ്റ് എക്സാമിനേഷന് പോയപ്പോൾ കിട്ടിയിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് അതില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് വെക്കാൻ പറ്റും. റിസൾട്ട് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടിയെന്ന് പിന്നെ ഇഷ്യൂ ചെയ്തിട്ടുള്ളൊരു PDF നിങ്ങൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനുള്ള രേഖ, അത് ജനന സർട്ടിഫിക്കറ്റോ SLC ബുക്കൊക്കെ പോലെ ആവാം. നിങ്ങളുടെ SSLC പുസ്തകം വേണം, ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്. പിന്നെ ക്ലാസ്സിലെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ +1 +2ൻ്റെയൊക്കെ മാർക്ക് ഷീറ്റ് വേണം. 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. നിങ്ങൾ നീറ്റ് എഴുതിയപ്പോൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. നിങ്ങൾ ആധാറോ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ഏതെങ്കിലും ഒന്ന് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിക്ക് വേണം. NRI കാൻഡിഡേറ്റ് ആണെങ്കിൽ പാസ്പോർട്ട് കോപ്പി ഓഫ് സ്പോൺസേഡ് എംബസി സർട്ടിഫിക്കറ്റ് വേണം. സ്പോൺസർഷിപ്പ് അഫിഡവിറ്റ് വേണം. റിലേഷൻഷിപ്പ് അഫിഡവിറ്റ് വേണം NRI കാൻഡിഡേറ്റ് ആണെങ്കിൽ. ഇനി അതേപോലെ തന്നെ SC ST കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ, OBC നോൺ ക്രിമിനൽപ്പെട്ട ആളുകൾ, ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റുകളുള്ളവർ, EWS കാറ്റഗറിയിൽപ്പെട്ടവരൊക്കെ അതാത് സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യണം? ഹാജരാക്കണം. ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ OBC കാറ്റഗറിയിലൊക്കെ പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് തഹസീൽദാറിൽ നിന്നായിരിക്കണം. അതൊരിക്കലും വില്ലേജ് ഓഫീസിൽ നിന്നാവരുത്, വില്ലേജ് ഓഫീസറിൽ നിന്നാവരുത്. നിങ്ങൾ അക്ഷയയിലോ ഓൺലൈനിലൊക്കെ സെൻറ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നോക്കുക, ആരാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എന്നുള്ളത്, വില്ലേജ് ഓഫീസറാണോ തഹസീൽദാറാണോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക. ഓൾ ഇന്ത്യ ലെവലിലേക്ക് പോകുമ്പം EWS സർട്ടിഫിക്കറ്റും ഇതേപോലെ തന്നെ തഹസീൽദാറായിരിക്കണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോർമലി തഹസീൽദാറാണ് കൊടുക്കാറുള്ളത്. ഏതൊരു സെൻട്രൽ പർപ്പസിനുള്ള ഡോക്യുമെൻറ്റ്സും മിനിമം തഹസീൽദാറാണ് സൈൻ ചെയ്തിരിക്കേണ്ടത്. അവർ തന്നെയാണ് സൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ പോകുന്നത് വളരെ ദൂരെയുള്ള ഒരു കോളേജിലേക്കായിരിക്കും. അവിടുന്ന് കോളേജിലെത്തുന്ന സമയത്ത് ഡോക്യുമെൻറ്റ്സ് പിന്നെ ഒന്നും മിസ്സായി കഴിഞ്ഞാൽ അവർ പറയുന്ന സമയത്തിന് മുമ്പ് ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അഡ്മിഷൻ റിജക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് 3rd അലോട്ട്മെൻറ്റിലേക്കാണ് പിന്നീട് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുക. Thank you for watching.